ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് ഒരു മുഖം തന്നു. ഇനി ആ മുഖത്തിൽ എന്ത് ഭാവങ്ങൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള കഴിവും ദൈവം നമുക്ക് തന്നു. ആ കഴിവും ആ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖത്ത് നാം വരുത്തുന്ന ഭാവങ്ങളാണ് നമ്മെ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളവരാക്കി തീർക്കുന്നതോ അല്ലെങ്കിൽ അനിഷ്ടമുള്ളവരാക്കി തീർക്കുന്നതോ. ഇഷ്ടമുള്ളവരായി മാറണമോ അതോ അനിഷ്ടമുള്ളവരാക്കി തീരണമോ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ചോയ്സാണ്. നമ്മൾ നമ്മുടെ മുഖത്ത് വരുത്തുന്ന ഭാവങ്ങളാണ് മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ചുണ്ടാക്കുന്ന ഇംപ്രഷൻ എന്നുള്ളത് നമ്മൾ മറക്കരുത്. The expression on our face is the impression that we create in the hearts of others about us. നമ്മളെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, നല്ല ഇംപ്രഷൻ, നല്ലൊരു ഇമേജ് മറ്റുള്ളവരുടെ മനസ്സുകളിൽ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ഭാവങ്ങൾ ഉണ്ടാവണം. ജീവിതത്തെക്കുറിച്ച് പറയാറില്ലേ, ജീവിതത്തിന് അതിൽ തന്നെ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഗിവൺ ടു ഈച്ച് വൺ ഓഫ് us to create meaning in by your life. ജീവിതത്തിന് അതിൽ തന്നെ അർത്ഥമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ ദൈവം ഒരു ജീവിതം തന്നിട്ടുള്ളത് ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളൊരു അവസരമാണ്. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് മീനിങ് ടു ലൈഫ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നെയാണ് ആ ചോയ്സ് എന്നുള്ളത് മറക്കാതിരിക്കുക. അത് ടു ക്രിയേറ്റ് മീനിങ് ടു ലൈഫ് ഓർ നോട്ട് ഈസ് എ ചോയ്സ്, ആൻഡ് ദാറ്റ് ചോയ്സ് ഈസ് എക്സസൈസ്ഡ് either positively or negatively, either creatively or even negatively. അപ്പം നമ്മുടെ മുഖത്തുള്ള അതിൻ്റെ ഒരു ഭാഗം മാത്രമേ അതല്ല മുഖത്തുള്ള ഭാവങ്ങൾ. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പ്രസരിപ്പോടെ വരുന്ന കുട്ടിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കും അവരുടെ സഹോദരി സഹോദരന്മാർക്കും വലിയ സന്തോഷമായിരിക്കും. നേരെ മറിച്ച് ഒരു ആലസ്യത്തോടെ അല്ലെങ്കിൽ വളരെ ഒരു ഈർഷ്യയോടെ എന്തിനാണ് എനിക്ക് ഈ പ്രഭാതം തന്നത്, എന്തിനാണ് ഈ നേരം വെളുത്തത് എന്നുള്ളൊരു ഭാവത്തോടുകൂടി ഇങ്ങനെ ഒരു ദേഷ്യത്തോടും അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ഭാവത്തോടും കൂടി വരുന്ന ഒരാളെ കാണുമ്പോഴും കാണുന്നവരുടെ മനസ്സിൽ തന്നെ വല്ലാത്തൊരു നെഗറ്റിവിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം. നമുക്ക് തന്നിട്ടുള്ള മുഖമാണ്, പക്ഷെ മുഖഭാവം എന്തായിരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ആ ഭാവമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. ജീവിതം നമുക്ക് ദൈവം തന്നിട്ടുള്ളതാണ്. അതിൽ തന്നെ അർത്ഥം ഉണ്ടാകണമെന്നില്ല. പക്ഷെ അർത്ഥം ഉണ്ടാക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതത്തിന് അർത്ഥം കുറിക്കുമാറ് ജീവിതത്തെ ക്രിയേറ്റീവായിട്ട് സൃഷ്ടിപരമായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യം ഉണ്ടാവും, നമ്മളുമായി ഇടപെടുന്നവരുടെ ജീവിതത്തിലും ആ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് നല്ല സമൂഹങ്ങൾ, നല്ല കുടുംബങ്ങൾ, നല്ല കമ്മ്യൂണിറ്റീസ് രൂപപ്പെടുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം അതിനായി എല്ലാവർക്കും നേരുന്നു.